ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വീഡിയോസ് ഇടാതിരിക്കാൻ കാരണം കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് കേട്ടോ. തിരക്കൊക്കെ എന്താണെന്ന് ഞങ്ങൾ വഴിയേ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു സ്വപ്നം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നേടിയെടുക്കുക എന്നല്ല, ഞങ്ങൾ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ പെട്ടുകൊണ്ടാണ് ഈ വീഡിയോസൊന്നും ഇടാതിരുന്നത്. എന്നെക്കാട്ടി കൂടുതൽ സന്തോഷം എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. കാരണം ആളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ, കൂട്ടത്തിൽ ലൈക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഏതോ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു കാരണത്താലാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും തിരക്കുള്ളത് കൊണ്ടായിരുന്നു. അന്ന് നമുക്ക് രാവിലെ നൂലിപ്പുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി രാവിലത്തെ. പലരും വിചാരിക്കും എന്തേ നൂലിപ്പുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പം, വീശപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ നമ്മൾ പറയുന്നത് നൂലിപ്പുട്ടെന്നാണ് കേട്ടോ. എനിക്ക് നൂലിപ്പുട്ട് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ നൂലിപ്പുട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെന്തത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഞാനെന്തിനാ എല്ലാത്തിലും ഓടി നടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പോണത്. അതിപ്പോൾ എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത എല്ലാ ഭാര്യമാരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിതൊക്കെ സന്തോഷത്തോടെ തന്നെ കേട്ടോ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ സ്വപ്നം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടക്കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും പെരിഞ്ചീരകം പിന്നെ കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും സവാള, ഞാനിവിടെ ചെറിയ ഉള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞ് ആ ഉള്ളി ഒന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് നല്ലപോലെ വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ആ ഒരു ഡ്രൈ ആയത് ഒന്ന് ലൂസാക്കി വിടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ആ മുട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പുളി അല്ലെങ്കിൽ വെണ്ടയ്ക്ക തീയൽ എന്നൊക്കെ പറയാം കേട്ടോ. അതിൽ പുളി ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കലത്തേക്ക്. അത് അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ചോറ് പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് ചോറ് പിന്നെ വേഗത്തിലാവും. പിന്നെ ഉച്ചക്കലത്തേക്ക് ഈ വെണ്ടയ്ക്ക തീയൽ എന്ന് പറയാം. വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മുടെ ഈ വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരു ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ.